വെൽക്കം ടു ജിലേബി. ഞാൻ ജിബി ജിജോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പ വേവിച്ചതാണ്. നല്ല പച്ച കപ്പ വേവിച്ചത്. അതിനായിട്ട് ആദ്യം തന്നെ ഇതൊരു 3 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം വെള്ളം എടുത്തിട്ട് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ തിളക്കട്ടെ. ഇതിലാണ് നമ്മൾ കപ്പ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വെള്ളം തിളപ്പിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ ഒന്ന് നന്നാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ചെറിയ കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ്. ഞാനിതിനെ ആദ്യം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. എന്നിട്ടാണ് അത് ഞാൻ തൊലി കളയുന്നത്. ഇതാ നോക്കി, ഇത് നല്ല കപ്പയാണ്. ഇതിൽ വന്നിട്ട് കറുത്ത പാടുകളോ അങ്ങനത്തെ ഒന്നുമില്ല. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കയ്പ്പ് തോന്നും. 2 കപ്പയെ അപ്പം ഇതുപോലെ ഒന്ന് നുറുക്കിയെടുക്കട്ടെ. ഇതേപോലെ തൊലി കളയാൻ ഇതുപോലെ ഒന്ന് വെട്ടിയിട്ട് ഇങ്ങനെ പൊളിച്ചാൽ മതി. അതപ്പോൾ തുറന്നു വരും. അപ്പം അതങ്ങനെ ബാക്കി എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാ പീസും തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് നുറുക്കുന്നുണ്ട്. പീസസ് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. അതേപോലെ അതിൻ്റെ നാരും നമുക്ക് എടുത്ത് കളയണം. അതിനായിട്ട് ഞാനിവിടെ അതിനെ ഒന്നുകൂടെ നടുക്കൂടെ മുറിച്ചിട്ട് അതിൻ്റെ നാരൊന്ന് ചെത്തിക്കളയാണ്. ഇതിൻ്റെ നാര് എന്താ പറയുക, കുറച്ച് ഒട്ടിയിരിക്കുന്ന, അധികം നാരൊന്നും ഇല്ലായിരുന്നു ഇതിൽ. അപ്പോൾ അതൊന്ന് ചെത്തിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ പീസിൽ നിന്നും നാരൊന്ന് അടർത്തി മാറ്റി കൊടുക്കാം. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ വേവിക്കും ഉടച്ച് കഴിയുമ്പോൾ അതെടുത്ത് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ എടുത്ത് മാറ്റുകയാണെങ്കിൽ അത് എളുപ്പം ഉണ്ടാവും. ഇതിപ്പോൾ നാരൊക്കെ കളഞ്ഞ പീസ് ഞാൻ ഒരു 4ആയിട്ട് വീണ്ടും മുറിക്കുന്നുണ്ട്. ചെറുതാകുമ്പോൾ വേഗം വെന്ത് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ ഞാനൊന്ന് നുറുക്കിയെടുക്കട്ടെ. എല്ലാ പീസും ഞാനിപ്പോൾ നുറുക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ കപ്പ നല്ലതുപോലെ കഴുകി കൊണ്ടുവരാം. ഇവിടെ ഇപ്പം വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനിയും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കുക, വെള്ളം ചൂടാണ്. കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് മീഡിയത്തിനും ഹൈ ഹീറ്റിനും ഇടയ്ക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനെ കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ കേൾക്കുന്നിടം വരെ കുക്ക് ചെയ്യുക. കപ്പ വേകുമ്പോഴത്തേക്ക് അതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 വലിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കീറിയിട്ട് മിക്സിയുടെ ചെറിയ ബൗളിൽ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ ഒരു 2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഞാനിതൊന്ന് ചെറുതായി ക്രഷ് ചെയ്ത് കൊണ്ടുവരട്ടെ. അതൊന്ന് ചതച്ചിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ജീരകം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. എൻ്റെ മിക്സിയുടെ ജാറ് ചെറുതാണ്. അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചേർത്തില്ലെങ്കിൽ ചിലപ്പോൾ ചതഞ്ഞ് എല്ലാം കൂടെ ഒന്നും അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ ജാറിൽ ഒന്നിച്ച് ചേർത്തെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്താണ് അരച്ചത്. അരച്ചത് ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മഷി പോലെയല്ല, കുറച്ച് കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കപ്പ വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
കണ്ടോ, കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ അടുത്തുള്ള കപ്പ ഒറ്റ വിസിലിൽ വെന്തില്ല എന്നുണ്ടെങ്കിൽ 2-3 വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തിലെ വെള്ളം ഞാൻ ഊറ്റിക്കളയാൻ പോവാണ്. കപ്പയുടെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ സെയിം കുക്കർ തന്നെയാണ് ഇനി ഞാനിതിനെ അരപ്പൊക്കെ ചേർത്ത് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ കപ്പ തിരിച്ച് ആ കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പോവാണ്. ജസ്റ്റ് ഇത് നല്ലപോലെ വെന്തതായതുകൊണ്ട് ഒരു തവി തന്നെ മതിയാവും അതൊന്ന് ഉടച്ചെടുക്കാൻ. കപ്പ ഇവിടെ നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. ദാ നോക്കിക്കേ, അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. അരപ്പ് നമുക്ക് കപ്പയിലേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് അതിനെ വേവിച്ചെടുക്കാം. അരപ്പൊക്കെ നല്ലതുപോലെ ചേർന്നിട്ടുണ്ട്. അതേപോലെ അതൊന്ന് ചൂടായി വന്നിട്ടുമുണ്ട്. അപ്പം നമുക്കൊരു പാത്രം വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. അതിൽ നിന്ന് നല്ല മണമാണ് വരുന്നത്. അരപ്പൊക്കെ ആ കപ്പയിലോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ, നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ അതിൽ ചേർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കപ്പയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 6 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കടുക് ഉണ്ടാവും. അപ്പോൾ അതവിടെ ഒന്ന് പൊട്ടി വരട്ടെ. ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പിരിയൻ മുളക് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കപ്പോൾ കപ്പയിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട്. കപ്പ ഇപ്പം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയാണ്. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. വളരെ രുചികരമായ കപ്പ വേവിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മീൻകറിയും കൂടെ കൂട്ടി കഴിക്കാം. മീൻകറിയുടെ റെസിപ്പി കാണാനായിട്ട് തമിഴിലെ ലിങ്ക് കാണുന്നുണ്ടാവുമല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തയ്യാറാക്കി നോക്കുക, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്